രാജീവ് ചന്ദ്രശേഖർ മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ വാക്കുകൾ പ്രതികരണം. സംസ്ഥാന സർക്കാർ അത് ജാമ്യം ഒപ്പോസ് ചെയ്യില്ല, പോലീസ് അത് ഒപ്പോസ് ചെയ്യില്ല എന്ന് ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മുടെ യൂണിയൻ ഹോം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഇത് വേഗം നടക്കും. ഞാനൊരു എന്നോട് ടൈം ലൈൻ ഒന്നും ചോദിക്കരുത്. കാരണം നമ്മൾ മിനിഞ്ഞാന്ന് കണ്ടതാണ്, ഒരു ഡിസ്ട്രിക്ട് കോർട്ട് സെഷൻസ് കോർട്ടിൽ പുറത്ത് ഈ ക്രൗഡെല്ലാം കണ്ടിട്ട് ജഡ്ജ് തന്നെ പറഞ്ഞു എനിക്ക് ഇതിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഇല്ല. അപ്പോൾ ഇത് ഒരു സെൻസിറ്റീവ് മാറ്ററാണെന്ന് ഞാൻ ഇന്നലെ അഭ്യർത്ഥിച്ചു. ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നും ഇതിൽ നിന്ന് ശാശ്വതമായ പരിഹാരം വേണമെന്നും ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഇന്നു മുതൽ തുടങ്ങിയതല്ല, കുറേ നാളുകളായി തന്നെ ഈ ക്രിസ്ത്യൻസിനെതിരെ ആക്രമണങ്ങളും അത് കുറച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ അറിയിച്ചു. ഞാൻ ഇപ്പോൾ രാജീവിനോട് അതും പറഞ്ഞു, ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സുരക്ഷിതത്വം സംരക്ഷണം കിട്ടണം, അതിനേക്കാൾ അവർ നീതി നടപ്പാക്കണം. ഇപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം ഇത് സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തത് നീതി, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. ശരത്ത് ഓങ്ങല്ലൂർ തന്നെ ചേരുകയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത് ഓങ്ങല്ലൂർ, ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി എന്ന് പറയുമ്പോൾ 2014 മുതൽ ആരംഭിച്ച ക്രൈസ്തവ വേട്ട, അത് ഈ അടുത്ത സമയത്ത് കൂടുതൽ വേട്ടയിലേക്ക് മാറുന്നു എന്നാണ് ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞത്. കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും ചില വിഭാഗങ്ങൾ, ക്രൈസ്തവ വിഭാഗങ്ങൾ മോദിയോടടുത്തത്, സംഘപരിവാറിൻ്റെ രീതികളോടടുത്തത് കണ്ടതാണ്, അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതും കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഒരു ബോധ്യപ്പെടൽ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാകുന്നു. വിവിധ സഭാ നേതൃത്വങ്ങൾക്ക് കൃത്യമായി കാര്യം മനസ്സിലാകുന്നുണ്ട്. ഇത്തരത്തിൽ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ തിരിച്ചറിയാൻ വൈകി എന്നുള്ളൊരു തോന്നൽ ഈ സഭയ്ക്കുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ആൻഡ്രൂസ് താഴത്തിൻ്റെ വാക്കുകളിലൂടെ പുറത്തു വരികയും ചെയ്യുന്നത്. സിജു, തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇത്തരത്തിൽ ക്രൈസ്തവ വിഭാഗം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്നുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു ശാശ്വതമായൊരു പരിഹാരം വേണം. ഉടനടി തന്നെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീമാരെ മോചിപ്പിക്കണമെന്നൊരു ആവശ്യമാണ് തങ്ങൾക്ക് പറയാനുള്ളത് എന്ന് വളരെ കൃത്യമായി തന്നെ ആൻഡ്രൂസ് താഴത്ത് പിതാവ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം പ്രതികരിച്ചു. ഇതിനകത്ത് ഈ സിജു പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാവുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്കിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് സാധ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ ഇത്തരത്തിൽ ആൻഡ്രൂസ് താഴത്ത് പിതാവും രാജീവ് ചന്ദ്രശേഖറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു പ്രതികരണം. സിജു, ഏതായാലും ശരത്ത്, നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാജീവ് ചന്ദ്രശേഖർ നടത്തിയ കൂടിക്കാഴ്ച, അവിടെ നടക്കുന്ന നിയമപരമായ പ്രശ്നങ്ങൾ, സ്വാഭാവികമായും ചില തടസ്സങ്ങളുണ്ട്, ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടെന്ന് തന്നെ പറയാനാണ് രാജീവ് ചന്ദ്രശേഖർ പോയത്. കാരണം നമുക്കറിയാം കേരളത്തിലെ BJP എടുത്ത നിലപാടുകൾ പലപ്പോഴും ഈ അരമനകളിൽ കയറി ഇറങ്ങി നേരത്തെ പറയുന്നത് പോലെ തന്നെ കേക്ക് വിതരണം, അതോടൊപ്പം തന്നെ പള്ളികളിൽ കയറി കിരീടം സമർപ്പിക്കൽ. ഇതിലേറ്റവും ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത, ഇത്ര ദിവസമായിട്ടും തൃശ്ശൂരിൽ നിന്ന് ജയിച്ചുപോയ സഹമന്ത്രി സുരേഷ് ഗോപി ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. ആൻഡ്രൂസ് താഴത്ത് അടക്കമുള്ളവരെ കണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് അഭ്യർത്ഥിച്ചതൊക്കെ ജനങ്ങൾ കണ്ടതാണ്. ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ആൻഡ്രൂസ് താഴത്ത് അവിടുത്തെ MP കൂടിയാണല്ലോ, ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിഷേധം രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചോ? എന്തെങ്കിലും കാര്യം അദ്ദേഹം പറഞ്ഞോ? സുജു, നമ്മളത് ചോദിച്ചിരുന്നു. കാരണം തൃശ്ശൂർ MP കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി ഇപ്പോൾ നിലവിൽ കേന്ദ്ര സഹമന്ത്രിയാണ്. ഇത്തരത്തിൽ മലയാളികളായിട്ടുള്ള 2 കന്യാസ്ത്രീമാർ ഇതിൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടൊരു സാഹചര്യമുണ്ട്. അതിനെതിരെ വലിയ പ്രതിഷേധം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ MP കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി ഇതുവരെ ഒരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല. നമ്മൾ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട CBCI പ്രസിഡന്റ് കൂടിയായ ആൻഡ്രൂസ് താഴത്ത് പിതാവിനോട് ഈ വിഷയം സംസാരിച്ചു. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അപ്പോഴേക്കും രാജീവ് ചന്ദ്രശേഖർ തുടർന്ന് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം മൈക്ക് വാങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സുരേഷ് ഗോപി ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്താത്തത്, ഇത്തരത്തിൽ കന്യാസ്ത്രീമാർ വലിയ രീതിയിൽ ഒന്നുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. അതായത് മാധ്യമപ്രവർത്തകർ ആൻഡ്രൂസ് താഴത്തോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂടുതൽ കാര്യം താൻ പറയാമെന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ മൈക്ക് മേടിക്കുകയായിരുന്നു അല്ലേ? അതായത് ആൻഡ്രൂസ് താഴത്ത് ഇനിയും കൂടുതൽ കടുത്ത ഭാഷയിൽ ചില കാര്യങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. അത് സുരേഷ് ഗോപിക്കെതിരെ കൂടി തന്നെ ആയിരിക്കും. അങ്ങനെയാണോ നടന്നത്?
അല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആൻഡ്രൂസ് താഴത്ത് പിതാവ് പറഞ്ഞ അവസാനിപ്പിച്ച ഘട്ടത്തിലാണ് നമ്മൾ ഇത്തരത്തിൽ ചോദിക്കുന്നത്. അദ്ദേഹം ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിശദാംശ പറഞ്ഞു. ഇത്തരത്തിൽ കേന്ദ്ര നേതൃത്വത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നുള്ള ഒരു സന്ദേശം താങ്കൾക്ക് കൈമാറാനാണ് രാജീവ് ചന്ദ്രശേഖർ വന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷമാണ് മലയാളി കൂടിയായിട്ടുള്ള തൃശ്ശൂരിൻ്റെ MP ആയിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്നും പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോഴാണ് തുടർന്നുള്ള കാര്യങ്ങൾ താൻ പറയാം എന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സിജു.